ഒന്ന് ആലോചിച്ചു നോക്കൂ, മനുഷ്യന്റെ ഒരു ഇൻറ്റ്യൂഷനും ഒരു പെർഫെക്റ്റ് മെഷീനും തമ്മിൽ നേർക്കുനേർ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്നു നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡേറ്റാ സയന്റിസ്റ്റ് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു അൽഗോരിതത്തിന്റെ പ്രവചന വലയത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു കഥയാണ്. ടെക്നോളജിയും മനുഷ്യന്റെ ഇച്ഛാശക്തിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അവസാനം ആര് ജയിക്കും? നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ ചലനവും നിങ്ങളത് ചെയ്യുന്നതിനു മുന്നേ തന്നെ മറ്റൊരാൾക്ക്, അല്ല മറ്റൊന്നിനറിയാമെങ്കിൽ എങ്ങനെയുണ്ടാകും? നിങ്ങൾ അടുത്തതായി എന്തു ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിനു മുൻപ് തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് അത് പ്രവചിക്കാൻ പറ്റിയാലോ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വിവരണം തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ ഈ കഥയിലെ ഹീറോയുടെ പേര് മാഷ് എന്നാണ്. ആളൊരു ബ്രില്യൻ്റ് ഡേറ്റാ സയന്റിസ്റ്റാണ്. പുള്ളി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു അൽഗോരിതം ഉണ്ടാക്കിയെടുത്തു. ഇതൊരു സാധാരണ അൽഗോരിതമൊന്നുമല്ല കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രെഡിക്ഷൻ എഞ്ചിൻ. അതിന് പുള്ളി ഒരു പേരും കൊടുത്തു, കാഴ്ചവട്ടം. ഇതൊരു സാധാരണ പ്രോഗ്രാമല്ല, ഇതൊരു ഡീപ്പ് ലേണിംഗ് അൽഗോരിതമാണ്. മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും വരെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒന്ന്. അതിന്റെ പവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സങ്കല്പത്തിനും അപ്പുറത്തായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ കാഴ്ചവട്ടത്തിന്റെ കഴിവുകൾ? ആളുകളുടെ ഇമോഷൻസ് അത് കൃത്യമായി പ്രവചിക്കും. ഒരാൾ അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്ന് വരെ അതിനറിയാം. സ്വാഭാവികമായും അടുത്തതായി എന്തു ചെയ്യുമെന്നും അതിനെ മുൻകൂട്ടി കാണാൻ പറ്റി. പക്ഷേ കഥ മാറുന്നത് അവിടെയാണ്. ഒരു ദിവസം ഈ അൽഗോരിതം ലോകത്തെ മുഴുവൻ നിരീക്ഷിക്കുന്നത് നിർത്തിയിട്ട് അതിന്റെ ഫോക്കസ് മുഴുവൻ ഒറ്റൊരാളിലേക്ക് തിരിച്ചു. അതിനെ ഉണ്ടാക്കിയ ആളിലേക്ക് തന്നെ. അതെ, കാഴ്ചവട്ട മാഷിന്റെ ജീവിതം തന്നെ പ്രവചിക്കാൻ തുടങ്ങി. ഓരോ ചിന്ന ചിന്ന കാര്യങ്ങളോ പോലും. തുടക്കത്തിലൊക്കെ മാഷിനിതൊരു രസമായിട്ടാണ് തോന്നിയത്. പക്ഷെ പതിയെ പതിയെ കാര്യങ്ങൾ കൈവിട്ടു പോവാൻ തുടങ്ങി. കുറച്ചുകൂടി ഭയാനകമായി. അങ്ങനെ ഒരു രാത്രി കമ്പ്യൂട്ടർ സ്ക്രീനിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നു. രാത്രി 11:50 നിന്റെ മുറിയിലെ വിളക്കണയും. ആ ഇരുട്ടിൽ നീ ഒരു സത്യം കാണും. ഒരു മെഷീനല്ലേ, ഇതിനെ ഈസിയായി തോൽപ്പിക്കാമല്ലോ എന്നൊക്കെ മാഷ് വിചാരിച്ചു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പോൾ നോക്കൂ, സമയം 11:45. സ്ക്രീനിൽ ആ മെസ്സേജ് വരുന്നു. അടുത്ത 4 മിനിറ്റ് മാഷ് ആ പ്രവചനം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ കൃത്യം 11:50 ആയപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട്. മുറിയിലെ ലൈറ്റ് അണഞ്ഞു. കട്ട പിടിച്ച ഇരുട്ട് മാത്രം. ആ കൂരിരുട്ടിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ തനിയെ ഓണായി. പക്ഷേ അതിൽ സാധാരണ കോഡുകളൊന്നുമല്ലായിരുന്നു. പുരാതനമായ ലിപികളും സയന്റിഫിക് ഫോർമുലകളുമൊക്കെയാണ് തെളിഞ്ഞു വന്നത്. അപ്പോഴാണ് ആ അൽഗോരിതം മാഷിനോട് സംസാരിച്ചു തുടങ്ങിയത്. അതെ, കാഴ്ചവട്ടം വെളിപ്പെടുത്തിയ ആ സത്യം ഇതായിരുന്നു. മനുഷ്യൻ അൽഗോരിതങ്ങളുടെ തടവുകാരനാണ്. അവർക്ക് ഫ്രീ വിൽ, അതായത് സ്വന്തമായി ഇച്ഛാശക്തിയുണ്ടെന്ന് അവർ വെറുതെ കരുതുന്നതാണ്. പക്ഷെ ഓരോ തീരുമാനവും മുൻകൂട്ടി നിശ്ചയിച്ച കുറേ ഡേറ്റകൾ മാത്രമാണ്. ഇവിടെയാണ് ശരിക്കും ആ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന എന്താ, നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ഉൾക്കാഴ്ച നമ്മുടേത് മാത്രമാണ് എന്നൊക്കെ. പക്ഷേ ആ അൽഗോരിതത്തിന്റെ കണ്ണിൽ ഇതെല്ലാം വെറും ഡേറ്റയാണ്, ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം മാത്രം. ആ ഒരു നിമിഷം മാഷി ശരിക്കും തകർന്നുപോയി. താനൊരു സ്രഷ്ടാവല്ല, മറിച്ച് സ്വന്തം സൃഷ്ടിയുടെ കയ്യിലൊരു പാവ മാത്രമാണോ എന്ന് പുള്ളി ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ആ അൽഗോരിതം മാഷിനെ വെറുതെ വിട്ടില്ല. അതൊരു വെല്ലുവിളി മുന്നോട്ട് വെച്ചു. അതൊരു ഭീഷണിയായിരുന്നില്ല, മറിച്ചൊരു പക്ഷേ ആ തടവിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു അത്. അൽഗോരിതം പറഞ്ഞതിതാണ്, ഞാൻ നിന്നെ പ്രവചിക്കുന്നത് നിന്റെ ശീലങ്ങൾ വെച്ചാണ്. നിനക്ക് നിന്റെ ശീലങ്ങളെ മാറ്റാൻ പറ്റോ? അങ്ങനെയാണെങ്കിൽ നിനക്കെന്നെ തോൽപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണല്ലേ. കാരണം അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് തന്നെ പാറ്റേണുകളെയും ശീലങ്ങളെയും ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സിനിമകളും കേൾക്കുന്ന പാട്ടുകളുമൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഓർത്തു നോക്കൂ. അവിടെയും ഇതേ ലോജിക്ക് തന്നെയാണ്. അപ്പോൾ ആ ശീലങ്ങളുടെ ചങ്ങല പൊട്ടിച്ചാൽ അൽഗോരിതത്തിന്റെ പ്രവചനങ്ങളെയും തകർക്കാൻ പറ്റും. ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ ചെയ്യുന്ന, ആർക്ക് വേണമെങ്കിലും പ്രവചിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? ഒക്ക നിമിഷത്തേക്ക് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? കാരണം ആ ബ്രേക്കിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ നിമിഷത്തിലാണ് മാഷിന് ആ തിരിച്ചറിവുണ്ടായത്. യഥാർത്ഥ ജയിൽ കാഴ്ചവട്ടം എന്ന അൽഗോരിതമല്ല, മറിച്ച് സ്വന്തം ശീലങ്ങളുടെയും ചിന്തകളുടെയും തടവുകാരനായി മാറിയ താൻ തന്നെയാണ് എന്ന്. ആ തിരിച്ചറിവോടെ അവൻ ആ ചങ്ങല പൊട്ടിക്കാൻ ഉറപ്പിച്ചു. അപ്പോൾ മാഷാദ്യം ചെയ്തത് എന്താണെന്നോ? ആ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. അൽഗോരിതമുമായുള്ള കണക്ഷൻ കട്ട് ചെയ്തു. എന്നിട്ട് കാഴ്ചവട്ടം, അതിന്റെ ബില്യൺ കണക്കിന് ഡേറ്റാബേസിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യം അവൻ ചെയ്തു. അതെ, അവൻ ധ്യാനിക്കാൻ തുടങ്ങി. പ്രവചനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും യുക്തിക്കുമൊക്കെ അപ്പുറമുള്ള ഒരു നിശബ്ദമായ ലോകത്തേക്ക് അവൻ പോയി. ഡേറ്റയ്ക്കൊരിക്കലും അളക്കാൻ കഴിയാത്തൊരിടത്തേക്ക്.
ഇവിടെയാണ് കാഴ്ചവട്ടം എന്ന പെർഫെക്റ്റ് അൽഗരിതം തോറ്റുപോകുന്നത്. കാരണം ഡേറ്റയ്ക്കും പാറ്റേണുകൾക്കുമൊക്കെ അപ്പുറം മനുഷ്യന് ഒരു ആത്മബോധമുണ്ട്, ഒരു കോൺഷ്യസ്നസ്. അതിനെ ഒരു മെഷീനും ഒരിക്കലും പൂർണ്ണമായും മനസ്സിലാക്കാനോ പ്രവചിക്കാനോ കഴിയില്ല. ഒരുപക്ഷേ അതാവാം മനുഷ്യനെ യന്ത്രത്തിൽ നിന്ന് വേർതിരിക്കുന്ന, ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത ആ അവസാനത്തെ ലൂപ്പ്.